എന്തപ്പോ ഞാൻ ചെയ്യാ പ്രശ്നം? അവര് വന്ന് ഞാൻ എന്താ ചെയ്യും? ഒക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതെ, ഒരു പ്രശ്നം കേൾക്കാം. 2-3 ദിവസമായാലും തന്നിട്ട് എനിക്കിപ്പോ വേണം. ഇതിൽ ചെറിയൊരു കയ്യാപ്പറ്റം പറ്റും. എന്ത് കയ്യാപ്പോ? അത് മിസ്ത്രിയുമ്പോ കറണ്ട് ഷോർട്ടായി പോയി, തുണി ഒന്ന് ഉരുകിപ്പോയി. അത് ശരി, അത് നശിപ്പിച്ചല്ലേ. അതിന് എന്ത് നഷ്ടമായിട്ട് ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അവനക്കിന്റെ സ്വഭാവനോടാ ആ ഷർട്ടിന്റെ വില എത്ര അറിയാം? എന്തെങ്കിലും ഒരു ഷർട്ടില്ല, അതിനൊക്കെ പരിഹാരം നിങ്ങൾ എന്ത് കാര്യം പറയണ്ടേ? എന്ത് കാര്യം? അങ്ങനെ തല്ലേ തീരെ ശരിയായില്ലട്ടാ. അവനെ തല്ലല്ലേ വേണ്ടത്. അവൻ ചെയ്ത പണിക്കേ ചെയ്യുന്ന ജോലിയോട് കുറച്ച് ആത്മാർത്ഥ വേണേ. പാവം ആ കുടുംബം നോക്കാൻ വേണ്ടിയല്ലേ ഇസ്ത്രി പണി എടുക്കണേ. മനഃപൂർവ്വം ചെയ്തല്ലോ. ഓൻ്റെ ഒരു കയ്യബദ്ധം പറ്റിയല്ലേ. ജോന്റെ പോകാൻ പറയണല്ലേ. നിങ്ങൾക്കൊരു സത്യമുണ്ട്, അത് കേൾക്കണം. നിങ്ങൾക്ക് എന്ത് സത്യം? നിങ്ങൾ കഴിഞ്ഞ വല്ല ലീവിന് വന്നപ്പോഴേ ഇസ്തിരി ഇടാൻ ഓൻ്റെ അടുത്ത് കൊടുത്തിരുന്നില്ലേ? അതിലൊരു പാന്റ് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ മോനെ പറഞ്ഞയച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? ഉപ്പാന്റെ ഡ്രസ്സൊക്കെ ഇസ്തിരി ഇട്ട് കഴിഞ്ഞാ? 2 ദിവസമായി കഴിഞ്ഞിട്ട്. അതെ, തരാൻ പറഞ്ഞു. ഇപ്പൊ എന്താ പോണേ? അത് രാവിലെ. ഒരു മിനിറ്റ്, ഇത് പട പോക്കറ്റിൽ നിന്ന് തേക്കുമ്പോ കിട്ടിയതാണ്. ഡോളറോ തോന്നുന്നുണ്ട്. അപ്പൊ അത് നിർബന്ധമായിട്ട് കൊടുക്കും കേട്ടോ. മറക്കാതെ കൊടുക്കാം. ആ പണം എന്റെ കയ്യിൽ നിന്ന് പോയെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇക്കാര്യം മകനോട് പറഞ്ഞില്ലല്ലോ. ഇനി ഈ കാര്യം ചോദിച്ച് നിങ്ങൾ ഓനോട് ചൂടാവാൻ നിൽക്കണ്ട. ഓന്റെ സ്വഭാവേ മഹാവഷള. എനിക്കാരും സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട. ഞാൻ കള്ളുടിക്കും, കഞ്ചാവ് അടിക്കും, പലതും ചെയ്യും. അതിന്റെ വാങ്ങണ്ട. അനക്ക് എവിടുന്നുണ്ടോ അതിന് മാത്രം പണോ? എന്റെ വീട്ടിലെ പണം കായ്ക്കണ മരമുണ്ട്. ഈ പണം കായ്ക്കലാണ്ട് നിന്നാലോ വെട്ടിയാണ്ട് കളയും. അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങൾ ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടായിക്കും. അത് എന്തിന് ചെലവാക്കണ്, ആര് ചെലവാക്കണ്, അതൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അന്വേഷിക്കാറുമില്ല. ഒരേ ഒരു മോനെ ഇങ്ങനെയൊക്കെ ആയി. ഓനെ നിങ്ങൾ തിരുത്താൻ നോക്കണ്ട. ഓനക്ക് കിട്ടുന്ന പണം നിലച്ചാലേ ഓൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ കരുതിയിരുന്നോളി. നിങ്ങൾ പറഞ്ഞല്ലോ ആ സ്ത്രീ കടക്കാരൻ ഉത്തരവാദിത്തം ഇല്ലാത്തവനാന്ന്. ഓന് ഉത്തരവാദിത്തം ഉള്ളവനാ. ഇല്ലെങ്കിൽ അന്ന് ആ പൈസ നിങ്ങളെ മോന്റെ കയ്യിൽ ഏൽപ്പിക്കോ? ഓനത് മൂടി വെച്ചിരുന്നെങ്കിലാ. നമുക്ക് ഓൻ്റെ അടുത്ത് പോകണം. മാപ്പ് പറയും, എന്തെങ്കിലും സഹായിക്കാനാണെങ്കിലേ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി. മൂന്നാമതൊരാൾ അറിയണ്ട. മുനീറേ, എന്നോട് പൊറുക്കടാ. കബീർ വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെ പറഞ്ഞു. എന്നോട് പൊറുക്കടാ. തെറ്റുപറ്റി എന്റെ അടുത്തല്ലേ, അത് സാരല്ല മക്കരക്ക. ഞാനല്ല ക്ഷമ ചോദിക്കണ്ടേ. അതെ, ഇത് വാങ്ങിക്കും. ഇതെന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അതൊന്നും വേണ്ടക്ക. തെറ്റ് എന്റെ ഭാഗത്തല്ലേ. ഞാൻ നിങ്ങൾക്കല്ലേ നഷ്ടപരിഹാരം തരേണ്ടത്. ഈ അത് മറക്ക്. ഇതെന്റെ ഒരു സഹായം എന്ന് കൂട്ടിക്കോ. വേണ്ടക്ക, എനിക്ക് സന്തോഷമായി. എന്റെ വിഷമം മാറി കിട്ടി. ശരി, എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കാൻ മടിക്കരുത്. ഞാൻ നാളെ പോവാണ്. എനിക്ക് അമ്മയെ കാണാൻ പറ്റില്ലെങ്കിലും മനുഷ്യന്മാരുടെ അവസ്ഥ അല്ലേ. അസ്സലാമു അലൈക്കും.